അടുത്തായിട്ട് നമ്മൾ പുതിയൊരു സീരീസ് ഓഫ് വീഡിയോസ് തുടങ്ങാണ്. ഇതിൽ നമ്മൾ ഫ്ലട്ടർ ആണ് പഠിക്കാൻ പോകുന്നത്. ഫ്ലട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ക്രോസ് പ്ലാറ്റ്ഫോം മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്. അതായത് നിങ്ങൾക്ക് ഒറ്റ കോഡിൽ തന്നെ ആൻഡ്രോയിഡിനും iOS-നും വിൻഡോസിനും മാക്കിനും ലിനക്സിനും ഒക്കെ സോഫ്റ്റ്വെയർ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഫ്രെയിം വർക്കാണ്. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ജാവയിലോ ജാവാസ്ക്രിപ്റ്റിലോ പൈത്തണിലോ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡാർട്ട് എന്ന് പറയുന്ന ഈ ലാംഗ്വേജ്, അതായത് ഫ്ലട്ടർ ഉപയോഗിക്കുന്ന ഡാർട്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഡാർട്ടിൻ്റെ ഒരു ഓവർവ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ഡാർട്ടിൻ്റെ ക്രാഷ് കോഴ്സ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കാണാം. അപ്പം നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നോളജ് ഇത്ര മതി. ഇനി സിസ്റ്റം എന്ന് പറയുന്നത് ഇതിലൊരു വലിയ ഘടകമാണ്. അതായത് നിങ്ങൾക്ക് ഫ്ലട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം 8 GB റാം ഉള്ള ഒരു സിസ്റ്റം വേണം. എസ്പെഷ്യലി ആൻഡ്രോയിഡ് ഡെവലപ്മെന്റിന് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പോലെ സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിർച്വൽ ഡിവൈസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റാം എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ്. അപ്പോൾ 8 GB റാം ഉള്ള ഒരു സിസ്റ്റം മിനിമം വേണം. 4 GB റാമുള്ള സിസ്റ്റത്തിനകത്ത് ഓടിക്കാൻ പറ്റും, പക്ഷെ ഭയങ്കര ലാഗ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫ്ലട്ടർ ഡെവലപ്മെന്റ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓരോ എപ്പിസോഡിലും നമ്മൾ ഇനി ഓരോ പുതിയ കാര്യങ്ങളായിട്ട് പഠിക്കാം കേട്ടോ.